അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനടക്കമുള്ള കുറേ ഉമ്മമാർ അല്ലെങ്കിൽ അമ്മമാർ മക്കൾക്ക് കൊടുക്കുന്ന സ്ക്രീൻ ടൈമിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. നമ്മളെന്തെങ്കിലും ജോലികളുണ്ട്, ജോലി തിരക്ക് എന്തെങ്കിലും ഉണ്ട്, നമുക്ക് എന്തെങ്കിലും വേറെ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഫോണിൽ അവർക്ക് ഇഷ്ടമല്ല എന്തെങ്കിലും വെച്ചിട്ട് അവരെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരുത്താൻ നോക്കുന്ന ഒരു ടെൻഡൻസി ഇപ്പോൾ എല്ലാവരിലും ഉണ്ട്. അപ്പോൾ അത് എത്രത്തോളം ബേബീസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് വീഡിയോ. അപ്പോൾ വീഡിയോ മസ്റ്റായിട്ടും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ ചെറിയ കുട്ടികളുള്ള ഉമ്മമാർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോക്ക് പോവാല്ലേ. ചെറിയ കുട്ടികളുടെ ഫസ്റ്റ് 24 മന്ത്സിൽ അല്ലെങ്കിൽ ഫസ്റ്റ് 2 ഇയേഴ്സിലാണ് അവരെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു വലിയൊരു ഭാഗം നടക്കുന്നത്. ബ്രെയിൻ ഫുള്ളി ഡെവലപ്ഡ് ആവും എന്നല്ല പറയണത്, എന്നാലും ഓൾമോസ്റ്റ് അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ആവുന്ന ഒരു ടൈമാണ് ഫസ്റ്റ് 24 മന്ത്സ്. ഈ ടൈമിൽ WHO സജസ്റ്റ് ചെയ്യുന്നത് കുട്ടികൾക്ക് സ്ക്രീൻ കാണിച്ച് കൊടുക്കരുത്. അവർ ബ്രെയിൻ ഡെവലപ്പ് ആവുന്ന ടൈമിൽ അവർക്ക് മാക്സിമം എൻവയോൺമെൻറ്റുമായിട്ട് മിങ്കിൾ ചെയ്യിപ്പിക്കുക കുട്ടികളെ. അത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ നല്ല പോലെ എഫക്റ്റ് ചെയ്യും. ആ ടൈമിൽ കുട്ടികൾക്ക് സ്ക്രീനാണ് കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും കുട്ടികളുടെ നെഗറ്റീവ് എഫക്ട്സും കൊണ്ടുവരും. അപ്പോൾ WHO പറയുന്നത് 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സ്ക്രീൻ ടൈം കൊടുക്കരുത്, നോ സ്ക്രീൻ ടൈം. പിന്നെ 2 to 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാക്സിമം 1 മണിക്കൂർ സ്ക്രീൻ കാണിച്ചു കൊടുക്കുക. അതും നിർബന്ധമുള്ള കാര്യമല്ല, ഒഴിവാക്കിയാൽ അത്രയും നല്ലതാണ്. വീഡിയോസ് വയലൻസ് ഒക്കെ ഉള്ള വീഡിയോസാണ് മക്കൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ അത് അവർ എക്സ്പ്രസ് ചെയ്യാൻ നോക്കും, അവരത് ഇമിറ്റേറ്റ് ചെയ്യും. അവർക്ക് വയലൻസ് എന്താണെന്ന് അറിയില്ല, ചെറിയ കുട്ടികളാണ്, ഇത് ശരിയാണ് ഇത് തെറ്റാണെന്ന് അവർ കാണുന്നതാണ് അവർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത് അവരിൽ ബിഹേവിയറൽ പ്രോബ്ലംസ് ഉണ്ടാക്കും, അവരുടെ ബിഹേവിയറിനെ തന്നെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ വളർന്നു വരുന്ന കുട്ടികളിൽ എന്തൊക്കെയാണ് അവർ പുറത്തേക്ക് കാണിക്കേണ്ടില്ല എന്നുള്ളത് നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ്, മീൻസ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ സ്ക്രീന് കാണിച്ചു കൊടുക്കാതെ മാക്സിമം ടോയ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ വല്ല ബുക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അവരെ അതുമ്മേൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരുത്താൻ നോക്കുക. ഈ ഒരു ഫസ്റ്റ് 2 ഇയേഴ്സിൽ മാക്സിമം കുട്ടികളെ എൻവയോൺമെൻറ്റുമായിട്ട് മിങ്കിളാക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ കുറേ സ്ക്രീൻ ടൈമൊക്കെ കുട്ടികൾക്ക് കൊടുത്താൽ അത് അവരെ സോഷ്യൽ സ്കിൽസിനെ എഫക്റ്റ് ചെയ്യും. അവർക്ക് സോഷ്യൽ സ്കിൽസ് ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ അറിയില്ല, അവർക്ക് എങ്ങനെയാണ് ആൾക്കാരുമായിട്ട് ബിഹേവ് ചെയ്യാന്നറിയില്ല. അവരും അവരൊരു ഫോണും അങ്ങനെ ഒരു ലോകം മാത്രമായിട്ട് അവർ മാറും. അപ്പം അതെന്തായാലും ശ്രദ്ധിക്കുക. അവർക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസൊക്കെ സ്കൂളിലൊക്കെ പോകുന്ന ടൈമിലൊക്കെ അവരിൽ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസിലൊക്കെ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ നോക്കുക. പിന്നെ കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ കൂടി ഇപ്പോൾ സ്ക്രീനിൽ ചിലപ്പോൾ കാണുന്നത്, മെജോറിറ്റി ഓഫ് കുട്ടികളും കാണുന്നത് റീൽസും ഷോർട്സും. അത് അവരെ ഇമ്പൾസിനെ കൺട്രോൾ ചെയ്യാതെ അവരെ എബിലിറ്റി കുറക്കും. പെട്ടെന്നുള്ള സ്ക്രോളിങ് അവർക്ക് ഒരിക്കലും ക്ഷമാശീലമുള്ള കുട്ടികളാക്കൂല. അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അറ്റൻഷൻ സ്പാന് അവരിൽ കുറക്കും. അപ്പോൾ ഒരിക്കലും കുട്ടികൾക്ക് ഇനി ഫോൺ കൊടുത്ത് പോവുകയാണെങ്കിൽ പോലും അവർക്ക് ഷോർട്സും റീൽസും കാണുന്നത് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. വീഡിയോസ് കാണിക്കുക, എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ നോക്കുക. ഷോർട്സും റീൽസും കണ്ടാൽ അവരുടെ അറ്റൻഷൻ സ്പാന് വളരെയധികം കുറയും. കാരണം പെട്ടെന്നുള്ള സ്ക്രോളിംഗ് ആണ്. അവർക്ക് എങ്ങനെയാണ് ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക എന്നുള്ള കോൺസെൻട്രേഷൻ ലെവലൊക്കെ അവരത് വളരെയധികം അത് കുറക്കും. സ്ക്രീനിന് വരുന്ന ലൈറ്റ് മെലാറ്റോണിനെ എഫക്റ്റ് ചെയ്തിട്ട് ഡിസ്ട്രപ്റ്റ് ചെയ്തിട്ട് അവരെ സ്ലീപ്പ് ഷെഡ്യൂൾ ചേഞ്ച് ആവും. അവർക്ക് പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടൂല. പിന്നെ അവരുടെ സ്ലീപ്പിംഗ് പാറ്റേണിന് ടോട്ടലി ചേഞ്ച് ആവും. അപ്പം അത് കാരണം അവർ ഉറങ്ങൂല, അതന്നെ പറയാം. അവർ ഉറക്കത്തിനും എല്ലാത്തിനും ഇത് ബാധിക്കും. പിന്നെ അതുപോലെ ഇപ്പോൾ കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ പോലും ഫോണോ ടിവിയോ ഒക്കെ വെച്ചിരുന്നിട്ട് ഒരുപാട് ജങ്ക് ഫുഡ് കഴിക്കുകയും ചെയ്യും. അത് അവർ ഒബേസ് ആക്കാനുള്ള ടെൻഡൻസി കൂടും. പിന്നെ അവരിനിപ്പോൾ സ്ക്രീനിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കണില്ല എന്നുണ്ടെങ്കിലും നോർമലി അവർ കഴിക്കുന്ന ഭക്ഷണം ഒന്നും അവർ ഒരു ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ആവണില്ല എന്നുണ്ടെങ്കിൽ അവരെ ഹെൽത്തും അതിനനുസരിച്ചിട്ട് അൺഹെൽത്തി ആവും. അവരൊരിക്കലും വേറെ ആക്ടിവിറ്റീസിലൊന്നും ആകണില്ല എന്നുണ്ടെങ്കിൽ അവർ ഒബേസ് ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കുട്ടികൾ കുറച്ച് വലുതായി കഴിഞ്ഞിട്ട് വേറെ ഒരാൾ പുറത്തുനിന്ന് വരുമ്പോൾ അവരോട് മോശമായിട്ട് ബിഹേവ് ചെയ്താൽ നമ്മൾ പറയും, എന്താ ഇവൻ ചെയ്തത്, എനിക്ക് ഭയങ്കര മോശമായി.
പക്ഷെ അത് അപ്പോഴല്ല നമ്മൾ പറയേണ്ടത്, അത് കുട്ടി വളർന്ന് വരുമ്പോൾ തന്നെ നമ്മൾ അവരെ പഠിപ്പിക്കേണ്ട കാര്യമാണ്. അപ്പോൾ സോഷ്യലി അവരായിട്ട് കുറച്ചും കൂടി മിങ്കിൾ ചെയ്യിപ്പിക്കുക, പിന്നെ ആൾക്കാരുമായിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യാമെന്ന് നമ്മൾ ബിഹേവ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഫോണിലൊക്കെ പല രീതിക്കുള്ള വയലൻസ് ഉള്ള വീഡിയോസ് കാണുമ്പോൾ അവർക്ക് അറിയില്ല ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് അവർക്കറിയില്ല. അവരുടെ ബ്രെയിനിൽ അതാണ് അവർ നോക്കി വെക്കണത്, ഇതൊന്നും കുഴപ്പമില്ല ഞാൻ ഇതെല്ലാം കണ്ടിക്കണത്. അപ്പോൾ അവർ അതുപോലെ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് അവരെ ബിഹേവിയർ പ്രോബ്ലംസ് ഉണ്ടാവും, ക്യാരക്ടർ പ്രോബ്ലംസ് ഉണ്ടാവും, പിന്നെ അവരെ സ്ലീപ്പ് റുട്ടീന് ചേഞ്ച് ആവും, പിന്നെ അവരെ ഒബേസ് ആക്കും, പിന്നെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ നല്ലപോലെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇനിയും ഇതിലില്ലാത്ത ഒരുപാട് പ്രോബ്ലംസ് അവർക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 വയസ്സ് വരെയെങ്കിലും കുട്ടികൾക്ക് സ്ക്രീൻ ടൈം കൊടുക്കാതിരിക്കുക. പിന്നെ കൊടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ ഓപ്ഷൻ. ബട്ട് പോസിബിൾ അല്ലാത്ത കണ്ടീഷൻസിൽ റീലും ഷോർട്സും കാണിച്ചു കൊടുക്കാതിരിക്കുക മാക്സിമം. അവർക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് വെച്ച് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ ഫോണും TV, അപ്പോൾ ഒരിക്കലും രണ്ടും വെച്ച് നോക്കുമ്പോൾ ഫോൺ കൊടുക്കാതിരിക്കാൻ നോക്കുക. മാക്സിമം TV തന്നെ അവരെ പിടിച്ചിരിക്കാൻ നോക്കുക. കാരണം സ്ക്രീൻ ഒന്നുകൂടി വലുതാവുമല്ലോ, അവർക്ക് ഐ പ്രോബ്ലംസ് കുറച്ചെങ്കിലും കുറക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ലായി കരഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ കയ്യിൽ എടുത്തത്. ഈ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവനെ എടുത്തത്. അപ്പോൾ അവൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ എൻ്റെ ഫോണിലാണ്. അപ്പോൾ അങ്ങനെ തന്നെയാണ് എല്ലാ കുട്ടികളും ഉണ്ടാവുക. അപ്പോൾ അത് മാക്സിമം നമ്മൾ ഇല്ലാണ്ടാക്കുക. ഞാൻ ലൈക്ക് ഫോണൊന്നും കാണിച്ചു കൊടുക്കാറില്ല. ഇപ്പോൾ എനിക്ക് അവൻ എടുത്തേ പറ്റുള്ളൂ, അവൻ കരഞ്ഞതാവേണ്ടി എടുത്തതാണ്. അപ്പോൾ ഒരിക്കലും ലൈറ്റില്ലാത്ത ഒരു റൂമിൽ ഫോൺ മാത്രം യൂസ് ചെയ്ത് ഇരിക്കാൻ കുട്ടികളെ സമ്മതിക്കാതെ ഇരിക്കുക. കാരണം അതിൻ്റെ ബ്രൈറ്റ്നെസ് മാത്രമാകുമ്പോൾ അത് നമ്മളെ ഐ പവറിനെ ഒക്കെ നല്ലപോലെ കുട്ടികളെ നല്ലപോലെ നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യും. പിന്നെ ഫോണിൻ്റെ ബ്രൈറ്റ്നെസ് മാക്സിമം കുറച്ച് കൊടുക്കുക. ഇനി അങ്ങനെ കൊടുക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഫോണിൻ്റെ മാക്സിമം ബ്രൈറ്റ്നെസ് കുറച്ച് കൊടുക്കുക. പിന്നെ ഫോണും TV കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് എപ്പോഴും TV തന്നെ യൂസ് ചെയ്യാൻ അവർ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇതൊരിക്കലും നമ്മൾ സില്ലിയാക്കി എടുക്കേണ്ട കാര്യമല്ല. ഇതിന് അത്യാവശ്യം നമ്മൾ ഇതിനെ കുറിച്ചിട്ട് നമ്മൾ ബോധവാന്മാരാവേണ്ട ഒരു കാര്യമാണ്. കുട്ടികളെ കണ്ണിന് ബ്രെയിനിന് ഒക്കെ നല്ല പോലെ എഫക്റ്റ് ചെയ്യും. ചെറിയ കുട്ടികൾ തന്നെ കണ്ണട വെച്ച് നടക്കണേ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയും അത് ഹെറിഡിറ്ററി ആണ്, അവർ വാപ്പോ കണ്ണട വെക്കും, ഉമ്മ കണ്ണട വെക്കും എന്നൊക്കെ പറയും. മേ ബി അതാവും, ബട്ട് എല്ലാ കുട്ടികളും അതൊന്നും അല്ല. ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. കാരണം ലായി ഉണ്ടാകുമ്പോൾ ഞാൻ ഈ വീഡിയോ പറയുന്നതിന് ശരിക്കും നെഗറ്റീവ് എഫക്റ്റാണ് വരുന്നത്. കാരണം ലൈക്ക് സ്ക്രീൻ കാണിച്ചു കൊടുക്കണം അത്ര വലിയ നല്ലൊരു കാര്യമല്ല. അപ്പോൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. പിന്നെ ചെറിയ കുട്ടികളുള്ള അമ്മമാരുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മളെപ്പോഴും സില്ലിയായി കാണുന്ന ഒരു കാര്യമാണിത്. ബട്ട് ഇത് കുട്ടികളെ കണ്ണിനെയും കുട്ടികളെ ബ്രെയിനിനെയും ഒക്കെ നല്ലപോലെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ നോക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.